നമസ്കാരം. CJP സമരാനന്തരം BJP വലിയ ഗർത്തത്തിലാണ് കിടക്കുന്നത്. അതിനെ അതിജീവിക്കാൻ പലവിധ മാർഗങ്ങളാണ് തേടുന്നത്. രാജ്യസഭയിലും ലോക്സഭയിലും പ്രധാന ശബ്ദം ഉയരുമ്പോൾ അത് ഇല്ലാതാക്കുക, ബഹളം വെച്ച് അടിച്ചമർത്തുക എന്നുള്ളൊരു സമീപനം കൂടി അവർ സ്വീകരിക്കുകയാണ്. ഇന്ന് കണ്ട കാഴ്ചയിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയുണ്ട്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് ഇന്നലത്തെ ഐഷി ഘോഷിനെതിരായ പോലീസിൻ്റെ നടപടി രാജ്യമാകെ ചർച്ചയായ സാഹചര്യത്തിൽ ജോൺ ബ്രിട്ടാസ് ആ പ്രശ്നം ഉന്നയിക്കാനും ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കാനും ശ്രമിച്ചു. അത് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അതിവിചിത്രമായ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത്. രാജ്യസഭയിൽ നിന്ന് തുടങ്ങാം. രാജ്യസഭയിൽ ഇന്ന് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഈ പ്രശ്നം ഉന്നയിക്കാൻ ശ്രമിച്ചു. അതിന് പിന്നാലെ ബ്രിട്ടാസ് പ്രശ്നം ഉന്നയിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചെയർ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ബ്രിട്ടാസിനെ വിളിച്ചു. Thank you very much, sir. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്രിട്ടാസ് എല്ലാവരുടെയും ശ്രദ്ധ ഒരുപോലെ ക്ഷണിച്ചു. Sir, I crave the indulgence of all the members cutting across the party lines. പറയാൻ പോകുന്നത് ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. This is not a partisan issue, this is a bipartisan issue. Sir, we have a parliamentary democracy based on multi-party system. എന്നിട്ടും ഇങ്ങനെയൊക്കെ ഇന്ത്യയുടെ സംവിധാനങ്ങളായിരുന്നിട്ടും CPIMന്റെ ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിനകത്തേക്ക് അനുമതിയില്ലാതെ ഒരു പോലീസ് സംവിധാനം അധോലോക സംഘങ്ങളുടെ കേന്ദ്രത്തിലേക്ക് പോകുന്നത് പോലെ അപകീർത്തിയും ഒപ്പം നശിപ്പിക്കലും ലക്ഷ്യമിട്ടുകൊണ്ട് കടന്നു വന്നു എന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ. Yesterday, an unfortunate incident happened. A Delhi police team barged into the headquarters of CPM, which is a national political party. പക്ഷെ BJPക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ മോദിക്കും അമിത്ഷാജിക്കും ഒക്കെ എന്താണ് മാർഗം? CJP യുവാക്കൾ ജെൻസി ജന്തർ മന്ദിൽ സമരം ചെയ്തിട്ട് ഈ മട്ടിലായ BJP സർക്കാർ, അവിടെ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചില കുരുട്ടു വിദ്യകളാണ് അവരുടെ മുന്നിലുള്ളത്. ഇപ്പം തന്നെ നോക്കൂ, ഈ രാജ്യസഭയിലെ പ്രസംഗം എങ്ങനെയാണ് സൻസദ് TV കാണിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. സാധാരണ രാജ്യസഭയിലും ലോക്സഭയിലും പ്രസംഗിക്കുന്ന അംഗത്തിൻ്റെ മുഖം ക്ലോസപ്പിൽ ഒരു മീഡിയം ഷോട്ടിൽ കാണിക്കും, വൈഡ് ആംഗിളിലും കാണിക്കും. ഇല്ലെങ്കിൽ ബഹളം വെക്കുമ്പം പൊതുവെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ കാണിക്കുകയില്ല, പ്രതിപക്ഷത്തെ കാണിക്കില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും അവരുടെ ശ്രദ്ധ നോക്കൂ, ജോൺ ബ്രിട്ടാസിനെ ഈ രംഗത്ത് കാണുകയില്ല. ആകെ ഒരു വൈഡ് ആംഗിൾ പെട്ടെന്ന് കാണിച്ച് തിരിച്ച് പിൻവലിക്കുന്ന കാഴ്ചയാണ് കാണുക. ബ്രിട്ടാസ് അത് ഉന്നയിക്കുകയും ചെയ്തു. Sir, camera not showing, sir. Why are they camera playing like this? No. You address to me. You address to me, sir. You address to me. അല്ലെങ്കിൽ എങ്ങനെ കാണിക്കാനാണ്? അങ്ങനെ കാണിച്ചാൽ ഇതൊക്കെ രാജ്യം മുഴുവൻ അറിയില്ലേ? അതുകൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ബ്രിട്ടാസ് പ്രസംഗിച്ചു തുടർന്നു. Yesterday, Delhi police team barged into AKG Bhavan. You have huge respect. You have told many a time respect for AK Gopalan. Sir, it was to arrest Aishi Ghosh, Madam Nirmala ji, who is a former JNU Students Union President. നിർമ്മലാ സീതാരാമനൊക്കെ ABVPയും BJPയും ഒക്കെ ആയിരുന്നില്ലേ? അവരെയൊക്കെ പോലെയാണോ മോദിക്കെതിരെ സമരം ചെയ്യുന്ന ഒരാൾ? ജന്തർ മന്ദിറിൽ മോദി സർക്കാരിനെ വിറപ്പിച്ച ആ സമരത്തിന്റെ പിന്നണിയിലുണ്ടായിരുന്ന ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാണ്ടിരിക്കുമോ? വേറെ ഏത് കേസിലാണെങ്കിലും പിടിച്ചകത്തിടാൻ ശ്രമിക്കൂലേ? Her only mistake was that she participated in Jantar Mandar agitation. Leave it, sir. Sir, I happen to be there, sir. I want your indulgence. എന്നിട്ട് ബ്രിട്ടാസ് ആ സമയത്ത് അവിടെ ഇടപെട്ട കാര്യവും പറഞ്ഞു. I happened to go there. I asked the Delhi police team, why did you barge into the office of a national political party? Then they said they want to arrest Aishi Ghosh, who is here. And I asked, what is the reason? They said there is a case pending against her. And I asked about the case. 2021 case with regard to certain protest in JNU campus. ബ്രിട്ടാസിനെ ക്യാമറയിൽ കാണിച്ചില്ലെങ്കിലും ഒച്ച കിട്ടുന്നുണ്ടായിരുന്നു. ക്യാമറയിൽ നാട് മുഴുവൻ ആ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഒച്ചയിലൂടെ എന്താണ് നടന്നത് എന്ന് രാജ്യസഭയിൽ ബ്രിട്ടാസ് ഉന്നയിക്കുന്നതും രാജ്യം കേൾക്കും. അപ്പോൾ തന്നെ ഈ അപകടം മണത്ത BJP ബഹളം തുടങ്ങി. Sir, please listen. Sir, this is a... Are Shramik, please. Sir, this is a bipartisan issue. I have no problem in Delhi police. I have no problem Delhi police have. എന്ത് നീ പറയുന്നു ബ്രിട്ടാസ്? Sir, the shocking thing is that they came
without uniform. ഒടുക്കം ചെയർ ഇടപെട്ടു. ബ്രിട്ടാസെ നിർത്തിക്കോ, തടി കഴിച്ചിലാക്കിക്കോ എന്ന് പറഞ്ഞു. Now you conclude. Sir, Now you conclude. 1997 Act, SOP of Delhi police. The Delhi police has to be identified. My demand is that they want to scare, send the fear across the youngsters. Now you conclude. Anybody who Now I is part of the conclude. I want a Now, statement from the Shriman. Honorable Home Minister. ഹോം മിനിസ്റ്റർ മറുപടി പറയണമെന്ന് വീണ്ടും പറയണം. I want a Now, statement from the Shriman. Honorable Home Minister. ഹോം മിനിസ്റ്റർ ആരാ? അമിത്ഷായാണ്. മൂപ്പർക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. മൂപ്പർ ആരാണ്? അങ്ങനത്തെ ഒരാളോട് മറുപടി പറയണമെന്നൊക്കെ ആവശ്യപ്പെടാൻ ബ്രിട്ടാസ് ആരാണ്? ചെയറിനെ പണി പോകുന്ന കേസാണ് കേട്ടാ. അതൊന്നും നടക്കൂല. ഉടനെ ചെയർ മറ്റേ അടുത്ത ആളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടാസിനോട് നിർത്തിക്കോളാൻ പറഞ്ഞു. ये साधन किया है The right of the individual member. आज जिन्होंने जयंती के बात करते हैं Already the whole last लेकिन week you उधर are का disturbing जुबा the का house again and भविष्य again. क्या होगा? You are disturbing the house. This is not उनका correct. रोजगार क्या होगा? Nothing will go on record except the उनका number क्या? speech on zero. ചെയർ പിന്നാലെ അടുത്ത BJP അംഗത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് ബ്രിട്ടാസിന്റെ മൈക്ക് കട്ട് ചെയ്തു. सरकार को अवगत करना चाहता हूँ. Let him complete. Please let him complete. I will come back to you. പ്രതിപക്ഷം ഒന്നാകെ ഉണർന്നു. പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. I already called his name. I already called his name. I am coming back to him. You please take your seat. എന്ത് കമ്മിങ്? പ്രതിപക്ഷ നേതാവിന് പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത കമ്മിങ് അല്ലേ? आपके माध्यम से ये बात सदन में रखना चाहता हूँ. नमस्कार. थैंक यू भाई साहब. ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെതിരെയും പ്രതിപക്ഷം ഒന്നാകെ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു. I know why you are recommending. I know LOP very well. Why you are recommending, I am doing it. Now, leader of the opposition, Mallikarjun Kharge ji. ഒടുക്കം ഖാർഗെയെ സംസാരിക്കാൻ വിളിച്ചു. जो बेटा ने यहाँ पर उठाया मुद्दा, ये बहुत शर्मनाक है कि एक नेशनल पार्टी के ऑफिस में हम घुस के अगर सीबीआई के लोग ये घुस के जाते हैं, उसको अरेस्ट करने की बात करते हैं. ഖാർഗെ പ്രശ്നം ഉന്നയിച്ചു. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ക്രിമിനലുകളെ പിടിക്കാൻ എന്നതുപോലെ ഒരു സമരത്തിൻ്റെ പ്രതിഷേധ സമരത്തിൻ്റെ കേസിലെ വിദ്യാർത്ഥിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകേണ്ട കാര്യം എന്താണ്? അത് പ്രതികാരമല്ലാതെ മറ്റെന്താണ്? ഖാർഗെ പ്രശ്നം ഉന്നയിച്ചു. Democracy is not safe. People are not safe. Therefore, I request you, people who have gone there unauthorized, they should be punished. Why they have gone? Who are they? Who ordered them? You ask your people to sit in there. No, I'm asking. Who asked them to go there? Now, Who ordered? now the honorable leader of the house, That now is the not leader of the the house will reply. That is not the കൊടുക്കും ഖാർഗയ്ക്കും കട്ട്. കണ്ടില്ലേ? ഖാർഗയുടെ മുഖവും കാണിക്കൂല, ഇങ്ങനെ വൈഡായിട്ടേ കാണിക്കുള്ളൂ. എന്താ കഥ? You have raised your voice. Let the government respond to it. Sir, Let the government to respond to it. ഗവൺമെന്റിന്റെ ഭാഗം പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് ബാക്കി മതിയെന്നായി കൊടുക്കാം ചെയർ. what my friend John Bitas has said, this is a very normal law and order situation that we have to understand. JP നഡ്ഡ പറയുന്നിട്ടില്ലേ, ഇതൊക്കെ നോർമലാണെന്നാ പറയുന്നത്. I have been a student activist. I have been arrested many times from the classroom in emergency days when Congress party was ruling. I have been arrested. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ 2 തവണ ക്ലാസ് റൂമിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെയാണ് ഇതും. ഇതൊക്കെ നോർമലാണെന്ന് JP നഡ്ഡ പറയുന്നത്. ഇതൊരു അടിയന്തരാവസ്ഥ കാലം പോലത്തെ ഒരു കാലമാണ്. അടിയന്തരാവസ്ഥ നോർമലായിരുന്നു, ഇതും നോർമലാണ്. അടിയന്തരാവസ്ഥ പോലെ നോർമൽ എന്ന മട്ടിലാണ് JP നഡ്ഡയുടെ വിശദീകരണം. Mr. John Bitas, it is a normal situation. A student activist has to face Go back and take your those seat. who take law and order in their own hand. The police have to act accordingly, and the police has acted accordingly for those cases. അതായത് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് JP നഡ്ഡ പോയതെന്ന് മൂപ്പർക്ക് പിന്നെയാണ് മനസ്സിലായത്. ഈ രാജ്യത്തെ നിലവിലെ ക്രമസമാധാന പാലനത്തെയും സർക്കാരിൻ്റെ സമീപനത്തെയും കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, സ്ഥിര അടിയന്തരാവസ്ഥ ഇമ്പോസ് ചെയ്തൊരു സർക്കാരാണെന്നുള്ള ആക്ഷേപമാണ്. അതിനെ വളരെ നോർമലാണ്, അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ നടക്കുന്നതും അതുപോലത്തെ ഒരു നോർമലായ കാര്യമാണ് എന്നാണ് JP നഡ്ഡ പറഞ്ഞത്. It is a normal law and order activity which the police undertakes, and any student activist who wants to do activism should face this. Even I have faced not once, many times. When there was emergency, I was arrested from the classroom, not once but twice. So this is a very
very normal situation, sir. ഇനിയും വിശദീകരിച്ചാൽ നഡ്ഡ മാത്രമല്ല സർക്കാർ ആകെ ഞങ്ങളൊരു അടിയന്തരാവസ്ഥ സർക്കാരാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് CP രാധാകൃഷ്ണൻ തന്നെ ഇടപെട്ട് പ്രശ്നം സഭ പിരിച്ചുവിട്ടിട്ട് അവസാനിപ്പിക്കും. Now the House adjourned.